ഓർക്കുന്നുണ്ടോ കൊടുമഴയത്ത് ആ രാത്രിയിൽ ഒരു അപ്രതീക്ഷിതമായ സംഭവം? ഒരുപാട് പ്രതീക്ഷകളുമായി ഇറങ്ങിയ എയർ ഇന്ത്യ എക്സ്പ്രസ് നിയന്ത്രണം വിട്ട് പ്ലെയിൻ തകർന്ന ആ സന്ദർഭത്തിൽ 2 പൈലറ്റ് അടക്കം 18 പേർ മരണപ്പെട്ട ആ മഹാദുരന്തത്തിൽ തകർന്നു കിടന്ന ആ വിമാനത്തിലെ കുടുങ്ങിക്കിടക്കുന്ന ആ നിസ്സഹായതയോടെ നോക്കി നിന്ന ആ മനുഷ്യർക്ക് നേർക്ക് കൊറോണ കാലം പോലും വകവെക്കാതെ സ്വന്തം ജീവൻ പണയം വെച്ച് അങ്ങ് രക്ഷിച്ച ആ കൊണ്ടോട്ടിക്കാരുടെ ആ സന്മനസ് ഉണ്ടല്ലോ, അത് വേറെ തന്നെയാണ്. ഞങ്ങൾ ഹോസ്പിറ്റലിൽ ഞാൻ എൻ്റെ വണ്ടിയിൽ ആളുകളെ കൊണ്ടുവന്നുകൊണ്ടിരിക്കുകയാണ്. എത്രയും പെട്ടെന്ന് എല്ലാവരും ഉണ്ടെങ്കിൽ വേഗം സജീവമായിട്ട് ഒന്ന് വേഗം പ്രവർത്തിക്കണം. നമ്മുടെ നാട്ടിലെല്ലാവരും Today the same Malappuram is hogging the headlines literally for the manner in which the people of the district. സംസ്ഥാനത്തുണ്ടായതിൽ ഏറ്റവും വലിയ വിമാനാപകടം നടന്ന് 2.25 മണിക്കൂറുകൾക്കകം രക്ഷാപ്രവർത്തനം പൂർത്തിയാക്കാനായത് ഈ മനുഷ്യത്വം മുറുകെ പിടിച്ചതുകൊണ്ട് മാത്രമാണ്. ആ കൊണ്ടോട്ടിക്കാരുടെ മണ്ണിൽ തന്നെയാണ് മെൽച്ചോടയും തുടക്കം. പ്രൊഡക്റ്റ് പല ഷോപ്പുകളിലേക്ക് എത്തിക്കുമ്പോഴും അവർ നല്ല പ്രോത്സാഹനമായിട്ട് നൽകി. വേറെ ഒന്നുമല്ല, അവർ ഞങ്ങളുടെ പ്രൊഡക്റ്റിനെ കുറിച്ച് വ്ളോഗ് ചെയ്യുന്നു. നല്ല പ്രീമിയം ബോക്സിൽ തന്നെ ലൈസൻസ് ഉണ്ടാവും. എടുത്താൽ തമര് തമറിട്ടുണ്ടാക്കിയ ചോക്ലേറ്റ് ഉണ്ടാവും. അതോടൊപ്പം തന്നെ ഞങ്ങളുടെ ഒരു പ്രൊഡക്റ്റ് കണ്ട ഉടനെ തന്നെ ഞങ്ങൾ ക്രെഡിറ്റ് ഇല്ലാതെ തന്നെ മുഴുവൻ എമൗണ്ട് തന്ന് പ്രോത്സാഹിപ്പിച്ചൊരു കാര്യമാണ്. ഇതുപോലുള്ള തുടക്കക്കാർക്കൊക്കെ ഇത്തരത്തിൽ പ്രോത്സാഹനം നിൽക്കുന്ന ആ കൊണ്ടോട്ടികളുടെ സന്മനസ് ഉണ്ടല്ലോ, അത് വേറെ തന്നെയാണ്. ബാക്കി പിന്നെ